അസ്സലാമു അലൈക്കും. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് എൻ്റെ മുന്നിൽ കാണുന്ന ജബൽ അബു ഖുബൈസ് ആണ്. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മലനിരയാണ് ഈ കാണുന്ന ജബൽ അബു ഖുബൈസ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളെ ചന്ദ്രനെ രണ്ടായി പിളർന്ന് കാണിച്ചു കൊടുത്തത് ഈ മലയിൽ നിന്നാണ്. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടത്തിലുണ്ടായ വലിയ പ്രളയത്തിൽ കഅബ ഷരീഫ് തകർന്നു പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹജറുൽ അസ്വദ് പിന്നീട് സൂക്ഷിക്കപ്പെട്ടത് ഈ കാണുന്ന ജബൽ അബു ഖുബൈസിലാണ്. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് ഹജറുൽ അസ്വദ് ഈ മലനിരകളിൽ നിന്നാണ് ലഭിക്കുന്നത്. പിന്നീട് അത് ഹജറുൽ അസ്വദ് കൃത്യമായി കഅബ ഷരീഫിൽ സ്ഥാപിക്കുകയും ചെയ്തു. നിലവിൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ മലയുടെ മുകളിൽ ഒരു പാലസാണ്. ഇപ്പോൾ അവിടെ കൊട്ടാരമാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാഗികമായി മാത്രമേ നമുക്ക് ജബൽ അബു ഖുബൈസ് ദൃശ്യമാവുകയുള്ളൂ. ജബൽ അബു ഖുബൈസിന്റെ പടിഞ്ഞാറൻ മതിൽ കഅബയോട് അഭിമുഖമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഫാദിഹ് എന്നാണ് വിളിക്കുന്നത്. ഒരുപാട് വർഷകാലത്തോളം ഹജറുൽ അസ്വദിനെ സൂക്ഷിച്ചതുകൊണ്ട് ഈ മലയ്ക്ക് സൂക്ഷിപ്പുകാരൻ എന്ന് മറ്റൊരു വിളിപ്പേരുള്ളതായി നമുക്ക് അറിയാൻ സാധിക്കും.